ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഡേ 2 ആണ് കേട്ടോ മലേഷ്യ ട്രിപ്പിൽ. രാവിലെ തന്നെ ജോക്കുട്ടൻ ലൂക്കിനെ എണീപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ലൂക്കിന് ഒത്തിരി ലേറ്റായിട്ടാണ് എണീറ്റത്. കാരണം തലേദിവസം രാത്രി അവന് ഭയങ്കര ജലദോഷവും മൂക്കളപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ അവൻ തീരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അത് കാരണം ലൂക്ക് ഇന്ന് കുറച്ച് നമ്മുടെ ട്രിപ്പ് ഡിലേ ആക്കി. അപ്പോൾ ജോക്കുട്ടനാണെങ്കിൽ വെയിറ്റ് ചെയ്ത് മതിയാവാണ്ട് ചേട്ടനെ വന്ന് പിടിക്കുന്ന സീൻസാണ്. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ലൂക്ക് ഉഷാറായിരുന്നു കേട്ടോ. പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ. പിന്നെ ഞങ്ങൾ റെഡിയായി പോകാനുള്ള തിരക്കിലാണ്. എല്ലാവരും ഞങ്ങളെ കാത്ത് ബസ്സിൽ വെയിറ്റ് ചെയ്യാണ്. യെസ്റ്റർഡേ വി ഹാവ് ടേക്കൺ ഡിഫറെൻറ്റ് ക്യാബ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ചധികം പുറത്തായ കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് ട്രാവൽ ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ. നമ്മൾ നേരത്തെ കൂട്ടി ഒരു ബസ്സൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറി യാത്രയ്ക്കൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ജോക്കുട്ടൻ്റെ ഇൻട്രോ ഒക്കെ വെച്ച് നമ്മൾ ഇന്നത്തെ ജേണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിന്ന് പോകുന്നത് ജെൻറ്റിങ് ഹൈലൻഡ്സിലേക്കാണ്. നമ്മൾ ആദ്യം പാട്ടു കേവ്സ് പോവാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ ഇത്തിരി ഡിലേ ആയ കാരണം ഈ ടൈമിൽ അവിടെ പോയാൽ ഇത്തിരി തിരക്കായിരിക്കും, ക്രൗഡഡ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ജെൻറ്റിങ് ഹൈലൻഡ്സിൽ ആദ്യം പോവാം എന്നാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5 hour ട്രാവൽ ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. പകലൊക്കെ ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. പക്ഷേ ഈവനിങ് ആയാൽ എന്താവും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇന്നലത്തെ പോലെ മഴ പെയ്യുമോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട്. മഴ പെയ്യാനാണ് സാധ്യത. അങ്ങനെ ഞങ്ങൾ അവിടെ ജെൻറ്റിങ് ഹൈലൻഡ്സിൽ അവിടെ എത്തി. ഇവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റ് ഒരുവിധം എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ മസാല ദോശ തൊട്ട് നാസി ലെമാക്ക്, ചിക്കൻ ഫ്രൈ, അതുപോലെ ഫിഷ് ഫ്രൈ, അങ്ങനെ എല്ലാതും രാവിലെ തന്നെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ സാധാരണ ഫുഡ് മതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറിയിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഓർഡർ ചെയ്ത് വന്നപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റ്, കബാബ്, മസാല ദോശ അങ്ങനെയുള്ള എല്ലാ ഒരു കാറ്റഗറിയിൽ നിന്നും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ജോഷേട്ടനെ കഴിക്കുന്നതാണ് കേട്ടോ നാസി ലെമാക്ക്. ഞാനും അത് തന്നെയാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ഞാൻ ഇന്ന് ചിക്കൻ അല്ല എടുത്തത്, ഞാൻ ഫിഷാണ് എടുത്തത്. സ്ക്വിഡ് ആട്ടോ ഞാൻ എടുത്തത്. ഇതിലെന്ന് പറഞ്ഞാൽ ഈ നാസി ലെമാക്കിൻ്റെ ഒരു ലെമൺ ഗ്രാസിൻ്റെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്. അതാണ് അതിനൊരു ടേസ്റ്റ് തരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഡ്രൈഡ് ആയിട്ടുള്ള ഫിഷ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഓംലേറ്റ് ഉണ്ടായിരിക്കും. ഇച്ചൻ കഴിക്കുന്നത് പൊറോട്ടയാണ് കേട്ടോ. പിന്നെ ലൂക്ക് ഓർഡർ ചെയ്ത് മസാല ദോശയായിരുന്നു. നമ്മൾ വിചാരിച്ച പോലത്തെ മസാല ദോശയൊന്നും അല്ല. മൈൻഡ് പാഴ്സലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇങ്ങനെയാണ് പാഴ്സൽ ഇത് തരാമെന്നുള്ളത് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ ഡ്രിങ്ക്സ് ഒക്കെ ഒരു പാഴ്സൽ ചെയ്തിട്ട് കൊടുക്കുന്നത്. ഈ പാക്ക് ഇങ്ങനെ കൊണ്ടുനടക്കാൻ ഈസി ഇല്ലാത്ത കാരണം ഞങ്ങളത് ഡ്രൈവർ ചാറ്റിന് കൊടുത്തിട്ട് ഞങ്ങളുടെ മെയിൻ അജണ്ടയിലേക്ക് കടന്നു, ഷോപ്പിംഗ്. ഈ മലേഷ്യൻ ട്രിപ്പിൻ്റെ ഞങ്ങളുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ഷോപ്പിംഗ് ആയിരുന്നു. ഇവിടെ ജെൻറ്റിങ് ഹൈലൻഡ്സിലുള്ള പ്രീമിയം ഔട്ട്ലെറ്റ്സിൽ എപ്പോഴും നല്ല ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് നൈക്കിൻ്റെ ഷോറൂമാണ്. മലേഷ്യ വരെ വന്നിട്ട് ഷോപ്പിംഗ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷെ നിങ്ങൾ മലേഷ്യയിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഒന്ന് ഷോപ്പിംഗ് ചെയ്തിരണം. കാരണം ഇവിടെയുള്ള കളക്ഷൻസും ഇവിടെയുള്ള ഓഫേഴ്സും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മിക്ക ഔട്ട്ലെറ്റ്സിലും, നൈക്കെന്ന് മാത്രമല്ല കേട്ടോ, മിക്ക ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സിലും നല്ല നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഷോപ്പിംഗ് 4 വഴിക്ക് ഞങ്ങൾ പിരിഞ്ഞെങ്കിലും ഏറ്റവും വേണ്ടിയിട്ട് എല്ലാവരും എത്തിച്ചേർന്നത് നൈക്കിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ മുമ്പിൽ തന്നെയാണ് കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ, വിചാരിച്ച പോലെയല്ല. ജോർഡൻ ആയാലും മാക്സ് ആയാലും സൂം ആയാലും എല്ലാ ഒരുവിധ പ്രീമിയം ലൈനിലും നല്ല ഓഫേഴ്സും കളക്ഷൻസും ഉണ്ട്. അങ്ങനെ റിമിറ്റിൽ നിന്ന് പൗണ്ടിലേക്കും ഇന്റർറുപ്പിയൊക്കെ കൺവേർഷനൊക്കെ നടത്തി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കച്ചവടം ലാഭമാണെന്ന് കണ്ട് ഞങ്ങൾ അങ്ങനെ ഷോപ്പിംഗ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. കുറച്ച് പേർക്ക് ഷൂ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഷൂ വാങ്ങാനായിട്ട് ഞാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീയും വേണമെങ്കിൽ ഒരു ഷൂ എടുത്തോളാം. അപ്പം പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ എനിക്കും ഒരു ഷൂ എടുത്തു. അങ്ങനെ 4-5 ഷൂസായിട്ടാണ് കേട്ടോ ഞങ്ങൾ നൈക്കിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ മാത്രമല്ല, അവിടെ വന്ന ഞങ്ങളുടെ എല്ലാ ഫാമിലീസും 4-5 ഷൂ വീതം മിനിമം എടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. All others were waiting near Avana Sky Central. That is the other main attraction of Genting Highlands. ഇവിടെയാണ് നമ്മുടെ കേബിൾ കാർ ഉള്ളത്. So the journey to the Genting Mountains start with this cable car ride. It takes around 10 minutes to reach the peak. So here we have 2 options. Closed ആയിട്ടുള്ള കേബിൾ കാർ ഉണ്ട് and also ഫുൾ ഗ്ലാസ് ആയിട്ടുള്ള ഒരു കേബിൾ കാറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓരോന്നിനും അനുസരിച്ചാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. We are so excited. We are excited to go there. We are excited to go there. Are you afraid? No. We are not afraid. Let's look at. ഞങ്ങൾ നേരെ സ്കൈ വെന്യൂ മാളിലേക്കുള്ള ടിക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ 2 സ്റ്റോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള കാഴ്ചകൾ കാണാൻ അവിടുത്തെ സ്റ്റോപ്പിലൊക്കെ ഇറങ്ങി കണ്ട് നമുക്ക് മേലേക്ക് പോകാവുന്നതാണ്. കുട്ടികളൊക്കെ ഉള്ള കാരണം പിന്നെ എങ്ങനെയാണെന്ന് അത് അറിയാത്ത കാരണം ഞങ്ങൾ ഗ്ലാസ് ആയിട്ടുള്ള കേബിൾ കാർ എടുക്കാനായിട്ട് പോയില്ല, റിസ്ക് എടുത്തില്ല. ഞങ്ങൾ നോർമൽ കേബിൾ കാറിലാണ് മേലോട്ട് പോയത്.
റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ ഓടി വന്ന് ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഹാപ്പി ഹണിമൂൺ വിഷ് ചെയ്തിട്ടാണ് കേട്ടോ വിട്ടെ. ഇത്രയും പേര് ഒരുമിച്ച് കണ്ടിട്ട് പുള്ളിക്കാരൻ എന്താണ് ഹാപ്പി ഹണിമൂൺ പറഞ്ഞതെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ ഇവിടുന്ന് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. മലമ്പുഴയിലാണ് ഞാൻ ഇതിന് മുൻപ് കേബിൾ കാറിൽ കയറിയിരിക്കുന്നത്. പക്ഷെ അത് കുറച്ച് ഓപ്പണൊക്കെ ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി നല്ല സെക്യൂർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമുക്കങ്ങനെ പേടിയൊന്നും തോന്നുന്നില്ല, കാരണം അത്രയും കവേർഡാണ്. ഞങ്ങൾ 6 പേരാണ് കേട്ടോ ഒരു കേബിൾ കാറിൽ കയറിയത്. ബാക്കിയുള്ളവർ പിന്നാലെ വരുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. 4 ചുറ്റും ഗ്ലാസ്സുള്ള കാരണം ഏത് സൈഡിൽ കൂടെ നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ലൂക്കൊക്കെ ഇരിക്കുന്നത്. പിന്നെ അതിന് സ്പീഡിലൊന്നല്ല കേട്ടോ ഈ കേബിൾ കാർ പോകുന്നത്, അത് വളരെ മെല്ലെയാണ് പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 1-2 സ്റ്റോപ്പുകൾ ഇതിനിടയിലുണ്ട്. അപ്പോൾ ഒരു സ്റ്റോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ ആ ഒരു ടൈമിൽ ഒരു ചെറിയൊരു പുഷുണ്ട്, മുകളിലോട്ടല്ല പോകുന്നത്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പീഡ്, പക്ഷെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഈ കാണുന്നതാണ് കേട്ടോ മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള ട്വിൻസി കേവ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഒരു പഴയ ഫേമസ് ആയിട്ടുള്ള ചൈനീസ് ടെമ്പിളാണിത്. ഈ ടെമ്പിൾ അറൗണ്ട് 4600 ഫീറ്റ് നമ്മുടെ സീ ലെവലിൽ നിന്ന് മേലെയാണ് നിൽക്കുന്നത്. ഈ കാണുന്ന പഗോഡയാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഒരു 9th ഫ്ലോറിലെ പഗോഡ അവിടെ പോയി നിന്നാൽ നമുക്ക് അറൗണ്ട് 360 വ്യൂ നമുക്ക് ഈ ഒരു ഹൈലാൻഡ്സിൻ്റെ കിട്ടും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ അവിടെ പോകണം. ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാനായിട്ട് പറ്റിയില്ല. നമ്മുടെ ബാക്കി ടീം തൊട്ട് പിന്നാലെയുള്ള കേബിൾ കാറിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു അവാന സ്കൈവേയുടെ മെയിൻ അട്രാക്ഷൻ, മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. കാരണം ഇത്രയും മരങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ നമ്മളിങ്ങനെ മേലെ കൂടെ പോകുമ്പോൾ ആ ഒരു വ്യൂ ഭയങ്കര കാം ആൻഡ് റിഫ്രഷിങ് ഫീലാണ് കേട്ടോ നമുക്ക് തരുന്നത്. ഒരു ഏകദേശം 1300 മില്യൺ ഇയേഴ്സ് ഓൾഡായിട്ടുള്ള റെയിൻ ഫോറസ്റ്റിന് ഇടയിൽ കൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണത്. പിന്നെ നമ്മൾ മുകളിലോട്ട് പോകുന്നതോറും ഭയങ്കര ഫോഗും കൂളിങ്ങും ഒക്കെ ആയിരുന്നു. നമുക്ക് പിന്നെ കാണാൻ പറ്റാത്ത പോലെ അത്രയും കോടമഞ്ഞ് മൂടി ഒരു ചെറിയ ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഇവിടുത്തെ ജെൻറ്റിങ് സ്കൈ വേൾഡ് തീം പാർക്ക് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു തീം പാർക്കായിട്ട് ഫീൽ ചെയ്തു. കാരണം നമുക്കിതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ ഒരുവിധം എല്ലാ റൈഡ്സും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമുക്ക് പറ്റും. അത് നോക്കിയാൽ ഭയങ്കര തീം ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു തീം പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തു കണ്ടപ്പോൾ. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇവിടെ ഒരാളെ പോലും ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. ഇത് ക്ലോസ്ഡ് ആയിരുന്നു എന്താണെന്ന് അറിയില്ല. വലിയ റോളർ കോസ്റ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ എത്തിയപ്പോഴേക്കും ശരിക്കും ഫോഗൊക്കെ വന്ന് ക്ലോസ് ആയി. നമുക്ക് ശരിക്കും ക്ലിയർ ആയിട്ടൊന്നും ഇതിൽ വ്യൂ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഈ റോളർ കോസ്റ്റർ പോയി ശരിക്കും കിളി പാറുമ്പോൾ റൈഡ് തന്നെ ആയിരിക്കും അതെന്ന് തോന്നുന്നു. റൈഡ് കഴിഞ്ഞ് മേലെത്തിയപ്പോൾ ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ ആണ് കേട്ടോ. നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല ചാർജായിരുന്നു. ഞങ്ങളത് കാരണം വാങ്ങാനൊന്നും പോയില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെത്തിയ നേരെ സ്കൈ അവന്യൂ മാളിലൊന്ന് കുറച്ച് നേരം ചുറ്റിക്കറങ്ങി. ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം കാണാനുള്ളത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പോകുമ്പോഴാണ്. അവിടെയാണ് സ്കൈ ട്രോപ്പോളിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡോർ തീം പാർക്ക് ഉള്ളത്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇഷ്ടം പോലെ റൈഡ്സ്. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാന്ന് വെച്ച് അകത്ത് കയറിയപ്പോഴാണ് അടുത്ത പ്രോബ്ലം കാണുന്നത്. ഇന്നിവിടെ ക്ലോസ്ഡ് ആണെന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷെ അറിയില്ല, കുറേ പേര് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. എനിക്കെന്താണെന്ന് മനസ്സിലായില്ല. അവർ ക്ലോസ്ഡ് എന്ന് പുറമെ എഴുതിയിട്ടുണ്ടെങ്കിലും അകത്ത് കുറേയൊക്കെ റൈഡുകൾ ഓപ്പൺ തന്നെയായിരുന്നു, ആൾക്കാരും ഉണ്ടായിരുന്നു. ഇതെന്താണ് അവർ ക്ലോസ്ഡ് എന്ന് എഴുതിയെന്ന് എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഇതൊരു ഇൻഡോർ തീം പാർക്കായിട്ട് എനിക്ക് തോന്നിയേ ഇല്ല കേട്ടോ. നിറയെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഒരു ഫൺ സിറ്റിയിൽ പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. റൈഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജൈൻറ്റ് വീൽ ഉണ്ടായിരുന്നു, പിന്നെ കളക്ട് ദ ഡക്സ്, പിന്നെ ഡിസ്കോ കാസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലക്കൊക്കെ പരീക്ഷിക്കാനായിട്ട് കുറച്ച് റിംഗ് ത്രോ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. അങ്ങനെ മേലെക്കൂടെയും താഴെക്കൂടെയുള്ള റൈഡ്സൊക്കെ നോക്കി നടന്നപ്പോഴാണ് താഴെ ഒരു ഭാഗത്ത് നിറയെ കുഞ്ഞു കുഞ്ഞു ഡക്സ് കണ്ടത്. അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഡക്സിനെ കളക്ട് ചെയ്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിലെ പോയിന്റിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് അവിടെ നിന്ന് കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ അത് കണ്ടപ്പോൾ ലൂക്കിനും ജോക്കിനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞങ്ങളത് കളിക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. നമ്മൾ മിനിമം ഒരു 5 ഡക്കെങ്കിലും നമ്മൾ ഇതിൽ നിന്ന് കളക്ട് ചെയ്തിട്ടിടണം. ഇനി ഡക്കിന് വേണ്ടി അവിടെ ഒരു അടി ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് പേപ്പൻ പറഞ്ഞു 2 ഡക്ക് ലൂക്കും 2 ഡക്ക് ജോക്കിട്ടനും, ബാക്കി ബാലൻസ് ഉള്ള 1 ഡക്ക് പേപ്പനിട്ടിട്ട് ഈ ഗെയിം ഫിനിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി അഗ്രി ചെയ്തിട്ട് കളി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ലൂക്ക് ഫസ്റ്റ് 2 ഡക്കും പിന്നെ ജോക്കിട്ടനിട്ട് പേപ്പനും 1 ഡക്ക് ഇട്ട് കഴിഞ്ഞ് ആ ചേച്ചി വന്നിട്ട് ഇത് കളക്ട് ചെയ്ത് നോക്കി. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഡക്ക് ഇട്ടാൽ പോരെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഈ ഡക്കിന് താഴെ ഓരോ നമ്പേഴ്സ് ഉണ്ട്. അതിനനുസരിച്ചാണ് അവർ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
അത് നമുക്ക് നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ടോട്ടലി കളക്ട് ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾക്കൊരു 19 പോയിൻറ്റ്സ് ആണ് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ആ ഒരു 19 പോയിൻറ്റ്സ് വെച്ചിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞൊരു പാവൻ ഞങ്ങൾക്ക് കിട്ടി അവിടെ നിന്ന്. അപ്പോൾ അത് രണ്ടാളും കൂടിയും അത് വാങ്ങിയ സീനാണ് കേട്ടോ അത്. അങ്ങനെ അത് കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അടുത്ത റൈഡ്സിലേക്ക് ഞങ്ങൾ പോയി. ഈ കാണുന്ന ഗെയിമിനെ കുറിച്ച് പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. മിക്ക പള്ളിപ്പെരുന്നാളിലും പൂരത്തിനും പോയാൽ കാണുന്ന ഒരു കളിയാണിത്. ഇത് പക്ഷെ വളരെ ക്ലോസ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ബോട്ടിൽസിൽ നമ്മുടെ കയ്യിലൊക്കെ ഇടുന്ന വളയുടെ അത്രയും പോകുന്ന സൈസ് ഉള്ളൂ കേട്ടോ ഈ എറിയുന്ന റിങ്ങിന്. ഇത് കുറേ പേര് കളിച്ച് നോക്കണ്ടായിരുന്നു. സെൻട്രൽ ഒരു യെല്ലോ ബോട്ടിലുണ്ട്, അതിലേക്കാണ് നമ്മുടെ എയിം. ഡിസ്കോ കാറിലൊക്കെ കയറണമെന്ന് ലൂക്കും ജോകൂടെ ഡിസൈഡ് ചെയ്ത് പോയെങ്കിലും അവിടെ എത്തിയപ്പോൾ ഹൈറ്റ് കുറവായ കാരണം അവർ അലോ ചെയ്തില്ല കേട്ടോ. അങ്ങനെ ഒരുവിധം എല്ലാ റൈഡും ചുറ്റും നടന്ന് കണ്ട് കുറച്ച് കഴിഞ്ഞ് ഒരു എൻട്രി നോക്കിയപ്പോഴാണ് ഒരു ഭാഗം ഫുൾ ഒരു ഫെസ്റ്റീവ് വൈബ് ഞങ്ങൾ കണ്ടത്. നോക്കിയപ്പോൾ ചൈനീസ് ന്യൂ ഇയർ തീമിൽ കുറച്ച് ഏരിയ കംപ്ലീറ്റ്ലി അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ കയറി നോക്കി, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. റെഡ് ഓറഞ്ച് തീമിൽ നമുക്കറിയാമല്ലോ ചൈനീസ് എന്ന് പറയുമ്പോൾ ആ ഒരു കളർ കോമ്പിനേഷനാണ്. ആ ഒരു കളറിൽ കുറേ ഡെക്കേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം നമ്മുടെ ഗോഡ് ഓഫ് വെൽത്തിൻ്റെ ഒക്കെ ഫോട്ടോസും. അത് ഫോട്ടോസ് അല്ല, അത് സ്റ്റാച്യൂസ് ആയിരുന്നു. ഗോഡ് ഓഫ് വെൽത്തിൻ്റെ സ്റ്റാച്യൂസ് രണ്ടും തരം നമുക്ക് കാണാനായിട്ട് പറ്റി. പിന്നെ ഇത് നിങ്ങൾക്കറിയോ, നമ്മുടെ ചൈനീസ് കൾച്ചറിൽ ഇവിൾ സ്പിരിറ്റ്സിനൊക്കെ മാറ്റി ലൈഫിൽ ഗുഡ് ലക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അവരുടെ ലയൺ ഡാൻസ് എന്ന് പറയുന്നത്. അതിന് ഈ ഡ്രംസ് ഒക്കെ വെച്ചിട്ട് കൊട്ടിയിട്ടാണ് അവർ ആ ഒരു പെർഫോമൻസ് നടത്തുന്നത്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നമുക്ക് പറ്റി. പിന്നെ ഇവിടെ ഒരു വലിയൊരു കാലിയോഗ്രാഫിയുടെ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഓരോ ലെറ്റേഴ്സിനും ഓരോ അർത്ഥമാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഓരോ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ താഴോട്ട് പോകാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങളുടെ ഒരാളുടെ ടിക്കറ്റ് മിസ്സായിപ്പോയി. നമ്മൾ 2-way ട്രിപ്പാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് നമ്മൾ എടുത്തേ മതിയാവും. അപ്പോൾ വിവിൻ എന്നോട് ചോദിച്ചു ഗ്ലാസ് ഉള്ള കേബിൾ കാറിൽ പോകണമെന്ന്. അപ്പോൾ എനിക്കതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എന്തായാലും ഒരെണ്ണം എടുക്കണമല്ലോ, അപ്പോൾ നമുക്കത് അങ്ങനെ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരാൾക്കേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആർക്കും പോകണ്ട. അവസാനം ഞാൻ തന്നെ പോകാമെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ കേബിൾ കാർ ഒരെണ്ണം സെപ്പറേറ്റ് ഞാൻ കയറി വിത്ത് സം അതർ പീപ്പിൾ. അത് കംപ്ലീറ്റ്ലി ഗ്ലാസ് എന്നാണ് ഇവരെന്നോട് പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരുന്നത്. പക്ഷെ കയറിയപ്പോഴാണ് മനസ്സിലായത് അതിന് മാത്രം ഒന്നുമില്ല. ഇതിന്റെ താഴെ നമ്മൾ കാല് വെക്കുന്ന ഭാഗത്ത് ഗ്ലാസ് ആണ്. ഈ കേബിൾ കാർ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിലും കയറുമ്പോൾ എല്ലാവരും പേടിപ്പിച്ച കാരണം കുറച്ചൊരു ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ കയറി കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. ആ ഒരു കാല് വെക്കുന്ന ഒരു പോർഷൻ മാത്രം ഗ്ലാസ് ആണ്. അപ്പം എല്ലാവരും പറയും താഴോട്ട് നോക്കുമ്പോൾ നമുക്കൊരു പേടിയാണ്, കാരണം ഇത്രയും ഹൈറ്റിലാണല്ലോ നമ്മൾ പോകുന്നത്. പക്ഷെ അങ്ങനൊരു ഫീൽ എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല. കാരണം കുറേ കോട വന്ന് മൂടിയോണ്ടാണോ, പക്ഷേ കോട ഇല്ലാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കേട്ടോ. എനിക്ക് കമ്പാരിറ്റീവ്ലി വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. ആൻഡ് ആ ഒരു പ്രൈസിന്റെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പേടിപ്പിക്കുന്ന കുറച്ചും കൂടിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് എക്സ്പെക്ട് ചെയ്തു. അതൊന്നും ഇല്ല. പിന്നെ ഞാൻ അവിടെ താഴെ വരെ ഒറ്റയ്ക്ക് ബോറടിച്ചിരുന്ന് പോയി എന്ന് വേണം പറയാനായിട്ട്. കുറച്ചൊക്കെ വീഡിയോ എടുത്തു, കുറച്ച് ആ ഒരു ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ നിങ്ങൾക്കൊക്കെ വരുമ്പോൾ ഗ്ലാസ് കേബിൾ കാർ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ബട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 1 way ഒക്കെ അത് എടുത്താൽ മതിയായിരിക്കും. ബിക്കോസ് അതിന് മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രം. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് ഞാൻ കണ്ണടച്ചൊരു മൂലയ്ക്ക് ഇരുന്ന് പോകുന്നതായിരുന്നു. പക്ഷേ ഞാൻ കൂടുതലും ടൈം ഇതിൽ നിൽക്കായിരുന്നു കേട്ടോ ചെയ്തിരുന്നത്. ബിക്കോസ് അതിന് കൂടെയുള്ളവർ നിൽക്കുന്നതായിരുന്നു. കാരണം നമുക്ക് ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടുതൽ നിൽക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങനെ താഴെ എത്തിയിട്ട് ബസ്സിന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബേക്കണിൻ്റെ ഷോപ്പ് കണ്ടു. അവിടെ ഞങ്ങൾ കുറച്ച് ട്രയലൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ കുറച്ച് ബേക്കൺസ് വാങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം പല ഫ്ലേവറിലുള്ള ബേക്കൺസ് ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഒരു ബേക്കൺ ഫാനാണ്. അപ്പോൾ നല്ല നല്ല എന്താ പറയുക, കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ബേക്കൺസ് ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ കുറച്ച് എരിവൊക്കെയുള്ള കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബേക്കൺ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബ്രാൻഡ് പേരൊന്നും എനിക്കിത് വായിക്കാൻ അറിയില്ല. പക്ഷേ ദാറ്റ് വാസ് എ ഗുഡ് വൺ. ഞാനിവിടെ കുറേ സ്ഥലത്ത് ബേക്കൺസ് ഇങ്ങനെ ഷോപ്പിൽ കണ്ടിരുന്നു. ഇത് ഇവിടുത്തെ ഒരു നല്ലൊരു ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ബേക്കണൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് ബാട്ടു കേവ്സിലേക്കാണ്. അപ്പോൾ ബാട്ടു കേവ്സിൽ എത്തിയിട്ടുള്ള വിശേഷം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലാണ്. കാരണം ഇത് കുറച്ച് ലെങ്തി ആയ കാരണം അതൊരു പാർട്ട് 2 ആയിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സീ യു ഓൾ ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.